പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെറിയാട് റോഡിലേക്ക് ഓടിയ വിദ്യാർത്ഥിനി കാറടിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിദ്യാർത്ഥിനി ഓടിയത് റോഡിന്റെ എതിർവശത്ത് നിൽക്കുന്ന അമ്മയെ കണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചാവക്കാട് തെരുവുനായ ആക്രമണത്തിൽ 17 കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. നായ്ക്കൾ അകത്ത് കടന്നത് ഇരുമ്പുകൂട് തകർത്ത്. അന്തിക്കാട് കുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലിങ്ക് അപകടാവസ്ഥയിൽ. കലിങ്ങിന്റെ അടിഭാഗം ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചയ്ക്കിടെ ഇവിടെ മരിച്ചത് 2 പേർ. ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വിശദാംശങ്ങളിലേക്ക്. റോഡിലേക്ക് ഓടി വിദ്യാർത്ഥിനി കാറടിക്കാതെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. ചൊവ്വാഴ്ച വൈകിട്ട് കൊടുങ്ങല്ലൂർ എറിയാടാണ് സംഭവം നടന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. റോഡിന്റെ മറുവശത്ത് നിൽക്കുന്ന അമ്മയെ കണ്ട് കുട്ടി ഓടുകയായിരുന്നു. ആ സമയത്ത് വന്ന കാറടിക്കാതെ കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എറിയാട് സ്വദേശി ഫൻഷാദാണ് കാർ ഓടിച്ചിരുന്നത്. ചാവക്കാട് തെരുവുനായ ആക്രമണത്തിൽ 17 കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. എടക്കടിയൂർ അതിർത്തി സ്വദേശി പുതുവെട്ടിൽ മഠത്തിപ്പറമ്പിൽ ഷംസുദ്ദീന്റെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ഷംസുദ്ദീൻ വീടിന് സമീപത്തെ പറമ്പിലായിരുന്നു കോഴികൾക്കായി കൂടൊരുക്കിയിരുന്നത്. ഇരുമ്പുകൂട് തകർത്താണ് നായ്ക്കൾ അകത്ത് കടന്നത്. കോഴികളെ കൊന്നൊടുക്കിയ നായ്ക്കൾ മേഖലയിൽ തെരുവുനായ ശല്യം വർദ്ധിച്ചു വരികയാണെന്നും നാട്ടുകാർ പറയുന്നു. വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഭീഷണിയായ തെരുവുനായ ശല്യത്തിന് എത്രയും വേഗം അധികൃതർ പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വെങ്ങടങ്ങ് പഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഏനമാക്കൽ ഹൈസ്കൂളിന് സമീപം തമ്പടിച്ചിരിക്കുന്ന 15ഓളം വരുന്ന തെരുവുനായ്ക്കൾ കൂട്ടമായി കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിലേക്ക് വരികയായിരുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കാനായി ഓടിയെത്തിയിരുന്നു. ഇരുചക്രവാഹന യാത്രക്കാരും തെരുവുനായ്ക്കൾ മൂലം അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ജനവാസ കേന്ദ്രങ്ങളിലെ തെരുവുനായ ശല്യം വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് വെങ്ങടങ്ങ് പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. നിരവധി സന്ദർശകരെ ആകർഷിച്ചിരുന്ന 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള അന്തിക്കാട് കുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. ഇതോടെ പരിസരമാകെ ദുർഗന്ധം നിറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായി കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും ഉപരിതലത്തിൽ കട്ടയുള്ള പാടയും രൂപപ്പെട്ടിരുന്നു. ജലം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കുളമായതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി ദേവസ്വത്തിന് കത്ത് നൽകി ത്രിതല പഞ്ചായത്തിന്റെയും പൊതുജനത്തിന്റെയും പങ്കാളിത്തത്തോടെ കുളം മാലിന്യമുക്തമാക്കുന്നതിന് പദ്ധതി ആലോചിച്ചു. ജലപരിശോധനയും നടത്തി. ഇതിനിടെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത്. നൂറുകണക്കിന് ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ഈ ജലാശയം സമീപ പ്രദേശത്തെ ജലസ്രോതസ്സുകളെ സമൃദ്ധമാക്കുന്നതാണ്. കുളത്തോട് ചേർന്നുള്ള നടപ്പാത, ഓപ്പൺ ജിം, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയും ദിവസേന നിരവധി പേർ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് ആശങ്ക. 2 ദിവസമായിട്ടാണ് ഈ കുളത്തിലെ മീനുകൾ ഇങ്ങനെ ചത്തുപൊന്താനും ഇതായുള്ളത്. 10 കിലോ 5 കിലോ ഉള്ള മീനുകൾ ചത്തുപോകുന്നത്. ഇവിടെ കുടിവെള്ളവും ഈ കുളത്തിൽ നിന്ന് വരുന്ന ഇതാണത്. ഈ കുളമൊന്നും ശുദ്ധീകരിക്കാനായിട്ടല്ല, രാഷ്ട്രീയക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇലകൾ വീണും മാലിന്യം അടിഞ്ഞുകൂടിയും പായൽ നിറഞ്ഞ് പാട രൂപപ്പെട്ടതിനാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് മൂലമാണ് മത്സ്യങ്ങൾ ചത്തതെന്നാണ് വിദഗ്ധ അഭിപ്രായം. മതിൽ കെട്ടി വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി മീൻ മുഴുവനായി പിടിച്ച് വെള്ളം ക്ലോറിനേഷൻ നടത്തണമെന്നാണ് ആവശ്യം. അതിഭീകരമാണ് നമ്മുടെ ഇതിന്റെ അവസ്ഥ. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ ഇതിലെ വെള്ളം
ഇതിൽ ഉപയോഗിച്ചുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ആരായാലും അവർ ഇതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമീപത്തുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം, മൃഗസംരക്ഷണ ഓഫീസ് കെട്ടിടം, മറ്റ് സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയിൽ നിന്നുള്ള വെള്ളം പൈപ്പ് വഴി കുളത്തിലേക്ക് ഒഴുക്കിയാൽ മഴവെള്ളക്കൊയ്ത്തിലൂടെ ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV തൃശൂർ. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ. കലുങ്കിന്റെ അടിഭാഗം വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മുതുവട്ടൂരിനെയും കാവീടിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത്. കലുങ്ക് നിർമ്മാണ വേളയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ കനം കുറച്ച് നിർമ്മിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ലാബിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയതോടെ വലിയ ഗർത്തമാണ് കലുങ്കിന് താഴെ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡും കലുങ്കിന്റെ സ്ലാബും ചേരുന്ന ഭാഗത്ത് വിള്ളൽ കൂടുതൽ ഗുരുതരമാണ്. സ്കൂൾ വാഹനങ്ങളും ടിപ്പർ ലോറികളും അടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഏതു നിമിഷവും റോഡിടിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. താമരൂര് മുതുട്ടൂര് കാവീട് മുതുട്ടൂർ റോഡിന്റെ ഹരിദാസ് നഗറിലുള്ള ഈ പാലത്തിങ് വർക്ക്ഷോപ്പിന്റെ മുന്നിലുള്ള ഈ കൽവർട്ട് ഇത് 4 ദിവസമായി ഇത് ഈ നിലയ്ക്ക് കിടക്കുന്നു. ഇത്രയും ബസ്സുകളും സ്കൂൾ കുട്ടികളുടെ ബസ്സുകൾ, അതുപോലെ ട്രാവലർ, അങ്ങനെ ഒരുപാട് സൈക്കിളുമ്പോൾ പോകുന്ന വിദ്യാർത്ഥികളും ടിപ്പർ ലോറികളും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇതിന്റെ അടിയിൽ വലിയ 2 ആൾ 3 ആൾക്ക് നിൽക്കാനുള്ള ഒരു ഗുഹയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് PWD അത് നേരേക്ക് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് മുന്നറിയിപ്പിനായി നാട്ടുകാർ കല്ലുകളും മരക്കൊമ്പുകളും നിരത്തിവെച്ച് റിബൺ കെട്ടിയിരിക്കുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരാഴ്ചയ്ക്കിടെ 2 പേരാണ് ഇവിടെ മരിച്ചത്. ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. തൃശൂർ കടവല്ലൂർ റോഡ് നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ സിഗ്നൽ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനപാതയും ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന അക്കിക്കാവ് ജംഗ്ഷൻ പ്രദേശത്തെ ഏറ്റവും തിരക്കേറിയ കേന്ദ്രങ്ങളിലൊന്നാണ്. സമീപത്തെ ക്ഷേത്രം, ഡെന്റൽ, എഞ്ചിനീയറിംഗ്, BEd കോളേജുകൾ എന്നിവിടങ്ങളിലേക്കായി ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളും ജീവനക്കാരും ആരാധനാലയങ്ങളിലേക്കുള്ള നിരവധി ഭക്തജനങ്ങളും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തു നിന്ന് എത്തുന്ന വാഹനങ്ങൾ അക്കിക്കാവ് ഹൈസ്കൂളിന് സമീപത്തെ ഇറക്കത്തു നിന്നും അതിവേഗത്തിലെത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതുമൂലം ജംഗ്ഷനിൽ വേഗനിയന്ത്രണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും അടിയന്തരമായി സ്ഥാപിക്കേണ്ട സാഹചര്യമാണുള്ളത്. TCV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ പവിത്രതയെ അപമാനിക്കുന്ന തരത്തിൽ പരസ്യം നൽകിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ സ്വകാര്യ ലോഡ്ജിലേക്ക് മാർച്ച് നടത്തി. മഞ്ജുലാൽ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള ലോഡ്ജിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ലോഡ്ജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ ഏറെ നേരം ഉന്തും തള്ളുമായി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, സിന്ധു ശശിധരൻ, ദീപ ബാബു, ഷിബിൻ പാക്കത്ത്, ജിതിൻ പൂക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്
സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. വെള്ളത്തിൽ വീണ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ എടുക്കാനിറങ്ങിയ യുവാവ് കുറ്റിക്കാട് ചങ്കൻകുറ്റിയിൽ തോട്ടിൽ മുങ്ങി മരിച്ചു. കോടശ്ശേരി കൂർക്കമറ്റം ചേലേക്കാടൻ പരേതനായ ഷിഞ്ചുവിന്റെ മകൻ 19 വയസ്സുള്ള ഷെറിനാണ് മരിച്ചത്. കപ്പത്തോടിന്റെ ചങ്കൻകുറ്റി ഭാഗത്ത് സംസാരിച്ചു നിൽക്കുന്നതിനിടെ കൂട്ടുകാരിയുടെ ഫോൺ തോട്ടിൽ വീഴുകയായിരുന്നു. ഇതെടുക്കാനിറങ്ങിയ ഷെറിൻ തോട്ടിലെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. പെൺകുട്ടി നിലവിളിച്ചപ്പോൾ അതുവഴി ബൈക്കിൽ പോയ രണ്ടുപേർ ഏറെ ശ്രമിച്ചതിന് ശേഷം യുവാവിനെ കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ചാവക്കാട് തഹസിൽദാർ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും UDF-നുമുള്ളിൽ പുകഞ്ഞ നീരസത്തിനും കടുത്ത പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ തഹസിൽദാരെ മാറ്റി നിയമിച്ചു. ഇടതുപക്ഷ അനുകൂല യൂണിയൻ പ്രവർത്തകനെ ചാവക്കാട് തഹസിൽദാറായി നിയമിച്ചതിനെതിരെ പ്രാദേശിക UDF നേതൃത്വവും സർവീസ് സംഘടനകളും ഉയർത്തിയ ശക്തമായ അമർഷമാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത്. വിവാദമായ നിയമനം റദ്ദാക്കി പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ട വ്യക്തിയെ പുതിയ തഹസിൽദാറായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. ചാവക്കാട് താലൂക്കിന്റെ ചുമതലയിലേക്ക് UDF അനുകൂല യൂണിയൻ അംഗമായ ചാവക്കാട്ടുകാരനെ തന്നെ നിയമിക്കണമെന്നതായിരുന്നു UDF നേതാക്കളുടെ പ്രധാന ആവശ്യം. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വഴി ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളെയെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് ഇടതുപക്ഷ യൂണിയൻ അംഗത്തെ തഹസിൽദാറായി നിയമിച്ചതാണ് പ്രാദേശിക UDF പ്രവർത്തകരെ ഞെട്ടിച്ചത്. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ഇടപെട്ടാണ് ഇടത് യൂണിയൻകാരന് ചാവക്കാട് നിയമനം വാങ്ങി നൽകിയതെന്ന് കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകളും പ്രാദേശിക നേതാക്കളും പരസ്യമായി ആരോപിച്ചിരുന്നു. ഇതേ ചൊല്ലി പാർട്ടിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം വലിയ രീതിയിലുള്ള തർക്കങ്ങളും ചൂടേറിയ ചർച്ചകളും നടന്നിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അണികളിൽ നിന്ന് കടുത്ത അമർഷം ഉയർന്നതോടെയാണ് ഒടുവിൽ തിരുത്തൽ നടപടി ഉണ്ടായത്. TCV ചാവക്കാട്. കുന്നംകുളം പോർക്കുളം കൊങ്ങണൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൊങ്ങണൂർ താഴിശ്ശേരി വീട്ടിൽ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉണ്ണികൃഷ്ണന്റെ വ്യാപാര സ്ഥാപനത്തിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 500-ലധികം പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. കേച്ചേരി മഴുവഞ്ചേരിയിൽ തനിച്ച് താമസിച്ചിരുന്ന വയോധികയെ വീടിന് പുറകുവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മഴുവഞ്ചേരി കളരിക്കൽ വീട്ടിൽ വേലായുധന്റെ ഭാര്യ 78 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത്. തങ്കമണി സ്ഥിരമായി ജോലിക്കായി പോകാറുള്ള സമീപത്തെ വീട്ടുകാർ അവരെ കാണാത്തതിനെ തുടർന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്ന് നാട്ടുകാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന് പുറകുവശത്ത് മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു. 20ഓളം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ സംസ്ഥാന വ്യാപക തട്ടിപ്പുകാരൻ പിടിയിൽ. വാടാനപ്പള്ളി സ്വദേശി പുത്തൻവീട്ടിൽ ഇല്യാസാണ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായത്. ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്തു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും പകരം മുക്കുപണ്ടം നൽകി ചതിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. മാള പൂപ്പത്തി സ്വദേശി ബിനോജ് പോളാണ് തട്ടിപ്പിനിരയായത്. ചാലക്കുടി SHO ശശികുമാർ, SI വിശാഖ്, ASI രജനി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കനത്ത മഴയിൽ ആമ്പലൂരിൽ വർക്ക്ഷോപ്പിന്റെ ചുമരുകൾ ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. വില്ലേജ് കോർട്ട് റോഡിലാണ് സംഭവം. വെണ്ടൂർ സ്വദേശി കൊടക്കാടൻ ജോസിന്റെ ഉടമസ്ഥതയിലുള്ള പെയിന്റിംഗ് വർക്ക്ഷോപ്പിന്റെ ചുമരുകളാണ് മഴയിൽ ഇടിഞ്ഞു വീണത്. അപകടത്തിന് തൊട്ടു മുൻപാണ് സ്കൂൾ ബസും കാറും ഇതിനു മുന്നിലൂടെ കടന്നുപോയത്. 7 മാസമായി പ്രവർത്തിക്കാതെ കിടന്നിരുന്ന വർക്ക്ഷോപ്പാണ് തകർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ സ്ഥലത്തെത്തിയിരുന്നു. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയതായും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. എന്നാൽ 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറയുന്നു.
തുച്ഛമായ വിലക്കയറ്റമാണ് നിർമ്മാണ സാമഗ്രികൾക്ക് മുഴുവൻ. ആ സാഹചര്യത്തിൽ നമ്മളെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇവർ അതിഥി തൊഴിലാളികൾ ആഴ്ചയിൽ വില വർധനമാണ്, കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് ചെറുകിട കരാറുകാർ. നമ്മൾ ലേബർ ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതുപോലെ പോലീസ് മറ്റുള്ള എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഏകീകൃത കൂലി 900 രൂപ പ്ലസ് ഭക്ഷണം, അങ്ങനെ ഒരു ഏകീകൃത കൂലി. അതുപോലെ ഹെൽപ്പർക്ക് മെയ്സന് 1150 രൂപ. ആ ഒരു ലെവലിലേക്ക് ഏകീകൃത കൂലിയായിട്ടാണ് നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ബോർഡുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ ഇതര സംസ്ഥാനക്കാർ മടങ്ങിപ്പോവുകയാണ്. അതിനാൽ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. അതിഥി തൊഴിലാളികൾ ഓരോആഴ്ചയിലും അവര് കൂലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ പോലുള്ള ഒരു ചെറുകിട കോൺട്രാക്ടർമാർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ലേബർ ഓഫീസൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന് കൂലിയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഉണ്ടാവേണ്ടതാണ് എന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ അവരായിട്ട് നമ്മൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോണത്. ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. വടക്കാഞ്ചേരിയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്ക്. റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ മേൽപ്പാലം റോഡിലായിരുന്നു അപകടം. മച്ചാട് ഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടറും ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ യുവാവിനെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KU ബിജു രക്തസാക്ഷി ദിനം കൊടുങ്ങല്ലൂരിൽ ആചരിച്ചു. സംഘാടക സമിതി ചെയർമാൻ PK ചന്ദ്രശേഖരൻ പതാക ഉയർത്തി സമ്മേളന നഗരിയിൽ നിന്നും ബിജുവിന്റെ ബലികുടീരത്തിലേക്കുള്ള പ്രകടനത്തിൽ നൂറുകണക്കിന് പേരെ പങ്കാളികളാക്കി. CPM ചാത്തേടത്ത് പറമ്പ് ബ്രാഞ്ചും KU ബിജു സ്മാരക ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, DYFI ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, പ്രസിഡന്റ് PH നിയാസ്, KK അബീദ് അലി, TK രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഇടിയഞ്ചിറ ബണ്ട് റോഡിൽ നീർനായയുടെ സാന്നിധ്യം. ഇന്ത്യൻ നിയമപ്രകാരം കടുത്ത സംരക്ഷണമുള്ള മൃഗമാണ് നീർനായ. നീർനായ്ക്കളെ പിടികൂടുന്നതോ ഉപദ്രവിക്കുന്നതോ നിയമവിരുദ്ധമാണ്. സൂര്യപ്രകാശം അധികം കഠിനമല്ലാത്ത അന്തരീക്ഷം ശാന്തമായിരിക്കുന്ന സമയങ്ങളിലാണ് ഇവ ഇരപിടിക്കുക. കനാലുകളിൽ മീൻ പിടിക്കാൻ വെക്കുന്ന വലകൾ കടിച്ചുകീറിയും ഇവ ഇര തേടാറുണ്ട്. വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KSEB അരിമ്പൂർ സെക്ഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അരിമ്പൂർ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയിൽ വൈദ്യുതി ഉപയോഗത്തിലെ സുരക്ഷാ മുൻകരുതലുകൾ, അപകടങ്ങൾ ഒഴിവാക്കേണ്ട വിധം തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. സബ് എഞ്ചിനീയർമാരായ KK സന്തോഷ്, VP ബിനു, ഓവർസിയർ MK സുരേഷ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ ജോബി, അധ്യാപകൻ ബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്യൂസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. മുൻ കേന്ദ്രമന്ത്രിയും കഴക്കൂട്ടം MLA-യുമായ V മുരളീധരൻ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ MLA കളഭചാർത്ത്, വെടിവഴിപാട്, മീനൂട്ട് എന്നീ വഴിപാടുകൾ നടത്തിയാണ് മടങ്ങിയത്. BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജില്ലാ സെക്രട്ടറി EP ഹരീഷ്, ഷൈൻ നെടിയിരുപ്പിൽ, NS ഉണ്ണിമോൻ, P കൃഷ്ണനുണ്ണി, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ 9:30 നടക്കുന്ന ആഘോഷമായ ദീപാവലിക്ക് മാർ പീറ്റർ കൊച്ചുപരിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് നടക്കുന്ന റാസ കുർബാനയ്ക്ക് ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1/4 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടുനേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പറഞ്ഞു. മാർത്തോമാസ്ലീഹായാല് കുരിശ് സ്ഥാപിച്ച് പണിതുയർത്തിയ ഈ പാലിയൂർ തീർത്ഥകേന്ദ്രം ദുക്രാന ഊട്ടിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണി മുതൽ നമ്മളുടെ ഈ ഇടവകയിലുള്ള എല്ലാ സഹോദരങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഒരുക്കങ്ങളിൽ പങ്കാളികളാകുകയാണ്. ഈ ഒരുക്കങ്ങൾ നാളെ ഏകദേശം 30,000 പേർക്കാണ് നമ്മൾ ഊട്ട് നൽകുക. ഊട്ട് സദ്യയോടൊപ്പം തന്നെ
പാലിയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് സ്നേഹത്തിന്റെയും ഭക്തിയുടെയും രുചിക്കൂട്ടുമായി ഗുരുവായൂർ TK നാരായണൻ നായർ ഈ വർഷവും ചരിത്രം ആവർത്തിക്കുകയാണ്. തുടർച്ചയായി 48-ാം വർഷമാണ് അദ്ദേഹം പാലിയൂർ പള്ളിയിലെ സദ്യവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 1978 ഒരു ചാക്കരിയുടെ സദ്യ ഒരുക്കിക്കൊണ്ടാണ് നാരായണൻ നായർ പാലയൂരിൽ തന്റെ സേവനം ആരംഭിച്ചത്. പിന്നീട് 1993 ദുക്രാന ഊട്ടുതിരുന്നാൾ ആരംഭിച്ചപ്പോൾ 1000 പേർക്ക് സദ്യയൊരുക്കി. വർഷങ്ങൾ പിന്നിടുമ്പോൾ 30,000-ഓളം പേർക്കാണ് നാരായണൻ നായരും സംഘവും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നത്. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാലം പാലിയൂർ പള്ളിയിലെ സദ്യവട്ടങ്ങളിൽ താൻ ഉണ്ടാകുമെന്ന് നാരായണൻ നായർ പറഞ്ഞു. ഈ ഊട്ടിന്റെ പരിപാടികളിലേക്ക് എന്താ പറയാ, ഇതിനൊരു നേതൃത്വം വഹിക്കാനും ഇതിന്റെ പരിപാടി ചെയ്യുവാനൊക്കെ ഉള്ളൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു സമ്മതം എനിക്ക് കിട്ടിയെന്നുള്ളൊരു വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരുടെയും അംഗീകാരം, ഇടവക്കാരെല്ലാവരുടെ അംഗീകാരമാണ് ഇത്രയും കൊല്ലമായിട്ട് ഇത് മുടങ്ങാതെ ചെയ്തു പോകാനുള്ള ഒരു കാരണം എന്നാണ്. അതേപോലെ എന്താ പറയാ, എല്ലാവരുടെയും ഒരു താല്പര്യം കൂടിയാണ്, ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയാണ്. ഇത്തവണ 22 തൊഴിലാളികളടങ്ങുന്ന സംഘവുമായാണ് അദ്ദേഹം സദ്യ ഒരുക്കാൻ എത്തിയത്. പിതാവിന് തുണയായി മകൻ രഞ്ജിത്തും ഒപ്പമുണ്ട്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പുളിഞ്ചി, പപ്പടം, പായസം, പഴം എന്നിവയടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യയാണ് തിരുനാളിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഒരുങ്ങുന്നത്. പാലയൂരിൽ മാത്രമല്ല, ജില്ലയിലെ നിരവധി പള്ളികളിലെ തിരുനാളുകൾക്കും ക്ഷേത്രങ്ങളിലെ പ്രസാദകൂട്ടുകൾക്കും സദ്യയൊരുക്കി ഈ 70-കാരൻ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. TCV ചാവക്കാട്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. എലിഞ്ഞിപ്ര ചൌക്ക ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇൻസ്റ്റലേഷൻ ഓഫീസർ ജെയിംസ് വളപ്പില നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് റൂബി പടമാടൻ, മുൻ പ്രസിഡന്റ് സുധി തുമ്പരത്തി, അഡ്വക്കേറ്റ് വർഗീസ് മണവാളൻ, ജേക്കബ്, അലക്സ് തോമസ് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് മോട്ടോറും കാർഷിക യന്ത്രങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. SN പുരം സ്വദേശി പടിയത്ത് വീട്ടിൽ അഭിജിത്തിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയത്. SI-മാരായ സൗമ്യ, അറാഫത്ത്, CPO-മാരായ ശ്യാംകുമാർ, ഷമീർ, വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 12-ാം തീയതി ആരംഭിക്കും. വൈകിട്ട് ശ്രീശാസ്ത സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം കർണാടക സംഗീതജ്ഞ മീര രാംമോഹൻ നിർവഹിക്കും. തുടർന്ന് വിവിധ പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. ഈ മാസം 15 വരെ ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും ശ്രീലകത്ത് നെയ്വിളക്ക്, ചുറ്റുവിളക്ക്, നിറമാല, ചന്ദനം ചാർത്ത്, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായിരിക്കും. പ്രതിഷ്ഠാദിന മഹോത്സവം 15-ാം തീയതി സമാപിക്കും. ലയൺസ് ക്ലബ് ഗുരുവായൂർ റീജിയണൽ തല സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് നിർവഹിച്ചു. സോൺ ചെയർമാൻ സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ, ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PR ബിജു, BJ തോമസ്, വിജി തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനയും പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ഉണ്ടായിരുന്നു. മുൻ MLA PA മാധവന്റെ മരണത്തിൽ അനുശോചിച്ച് എലവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. പ്രസാദ് വാഗ, PG സുബിദാസ്, ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി, TC മോഹനൻ, CF രാജൻ, PG ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു.
പെരുമ്പില വക്കിക്കാവിൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ KSRTC ലോ ഫ്ലോർ ബസ് ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്തു. ബസ് നീക്കം ചെയ്തതോടെ ഇടിച്ചു കയറിയ കെട്ടിടം പാതി തകർന്ന് അപകട ഭീഷണിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം നടന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സിന് മുൻപിലേക്ക് പെട്ടെന്ന് കാർ വന്നതിനെ തുടർന്ന് വെട്ടിച്ചപ്പോഴാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അപകടത്തിൽ ബസ് ഡ്രൈവർ മരിച്ചിരുന്നു. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമന്റോയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഫസലുർ റഹീം, വൈസ് പ്രസിഡന്റുമാരായ ബിജു ആൽഫ, MA ഉസ്മാൻ, അലക്സ് ജോണി, സെക്രട്ടറിമാരായ MJ സ്റ്റീഫൻ, VS ശ്രീജൻ എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിവരുന്ന ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണ പദ്ധതിയുടെ 10ാം വാർഷികം KU ബിജുവിന്റെ രക്തസാക്ഷി ദിനത്തിൽ നടന്നു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി റോസൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് CS സുജിത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PH നിയാസ്, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി CK ഹാരിസ്, PB ഹിമ, CS റസാഖ്, CS ഷിബിൻ, ദിലീഷ് മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. BBG റാംജി പദ്ധതിയുടെ തിരുവല്ലാമലതല പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത സുകുമാരൻ, പഞ്ചായത്ത് ഹെൽത്ത് ക്ലർക്ക് PS ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭയുടെയും ആർത്താറ്റ് കൃഷിഭവനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുന്നംകുളം ടൗൺ ഹാളിൽ ഞാറ്റുവേല ചന്തയും കാർഷിക സഭയും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PJ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുഷ്പ ജോൺ, സോമശേഖരൻ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ, ആർഷ ബിജു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മേലൂർ പൂലാനിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ അഗ്നിശമന സേന രക്ഷിച്ചു. പൂലാനി പൈനാടത്ത് തോമസിന്റെ വെച്ചൂർ ഇനത്തിൽപ്പെട്ട പശുവാണ് ആൾതാമസമില്ലാത്ത പറമ്പിലെ 15 അടി ആഴമുള്ള സെപ്റ്റിക് ടാങ്കിൽ വീണത്. വിവരമറിഞ്ഞ് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരം പരിശ്രമിച്ചാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചെറിയാട് റോഡിലേക്ക് ഓടിയ വിദ്യാർത്ഥിനി കാറടിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിദ്യാർത്ഥിനി ഓടിയത് റോഡിന്റെ എതിർവശത്ത് നിൽക്കുന്ന അമ്മയെ കണ്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ചാവക്കാട് തെരുവുനായ ആക്രമണത്തിൽ 17 കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി. നായ്ക്കൾ അകത്ത് കടന്നത് ഇരുമ്പുകൂട് തകർത്തു. അന്തിക്കാട്ട് കുളത്തിൽ വൻതോതിൽ മീനുകൾ ചത്തുപൊങ്ങി. കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ കലുങ്കിന്റെ അടിഭാഗം ഇടിഞ്ഞ് റോഡിന്റെ ഉൾപ്പെട്ട വിള്ളൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. അക്കിക്കാവ് ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകും. ഒരാഴ്ചയ്ക്കിടെ ഇവിടെ മരിച്ചത് 2 പേർ. ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.